നമസ്കാരം. ശാസ്ത്രത്തിന്റെ സ്വഭാവവും സവിശേഷതകളും അടങ്ങിയ വിവരങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ശാസ്ത്രം? അറിവ് നേടുന്നതിന് സ്വീകരിക്കുന്ന സവിശേഷ രീതിയാണ് ശാസ്ത്രം. നാളിതുവരെ നേടിയ അറിവുകളുടെ ആകെ തുകയാണ് ശാസ്ത്രം. പ്രക്രിയയും ഉൽപ്പന്നവും ചേർന്നതാണ് ശാസ്ത്രം. മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന രീതി കൂടിയാണ് ശാസ്ത്രം. അടുത്തത്, ശാസ്ത്രത്തിന്റെ പ്രധാന സവിശേഷതകൾ. ചലനാത്മകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരം പുതുക്കപ്പെടുകയാണ് ഇവിടെ അറിവുകൾ. അടുത്തത്, സാർവലൗകികമാണ്, ഏത് കാലത്തും നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. ശാസ്ത്രവിജ്ഞാനം തെറ്റാണോ എന്ന പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അവസരം നൽകുന്നു. ശാസ്ത്രം പ്രവർത്തനമാണ്. ശാസ്ത്രീയ രീതിഘട്ടങ്ങൾ: പ്രശ്നം അനുഭവപ്പെടൽ, പരികൽപ്പന രൂപീകരിക്കൽ, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിംഗ് എന്നിവയാണ് പ്രധാന ഘട്ടങ്ങൾ. പാഠ്യപദ്ധതി ഉൾക്കൊള്ളേണ്ട ഭരണഘടനാപരമായ മൂല്യങ്ങൾ: സമത്വവാദം, ജനാധിപത്യവും മതനിരപേക്ഷതയും, ലിംഗസമത്വം, പ്രകൃതി സംരക്ഷണം, സാമൂഹ്യ വിഭജനങ്ങളുടെ ദൂരീകരണം, സയന്റിഫിക് ടെമ്പർ മുതലായവ. ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ: കൗതുകം, ജിജ്ഞാസ, നിരീക്ഷണ പാടവം എന്നിവ പരിപോഷിപ്പിക്കുക. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക. പരിസ്ഥിതി സൗഹൃദ മനോഭാവം രൂപപ്പെടുത്തുക. സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് വ്യാപിപ്പിക്കുക. ദൈനംദിന ജീവിതവുമായി പഠനത്തെ ബന്ധപ്പെടുത്തുക. ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കുക. ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ആർജിച്ച അറിവ് പ്രയോജനപ്പെടുത്തുക. ശാസ്ത്രീയ മനോഭാവം വളർത്തുക. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പ്രക്രിയാശേഷികൾ: നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, അളക്കൽ, ആശയവിനിമയം ചെയ്യൽ, സംഖ്യാബന്ധങ്ങൾ ഉപയോഗിക്കൽ, നിഗമനത്തിലെത്തൽ, പ്രവചിക്കൽ, പരീക്ഷണത്തിൽ ഏർപ്പെടൽ മുതലായവ. അടുത്തത് പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രീയ മനോഭാവം അഥവാ സയന്റിഫിക് ടെമ്പർ എന്നാൽ എന്ത്? യുക്തിപൂർവം, വിവേകത്തോടെ ചിന്തിക്കാനുള്ള മനസ്ഥിതിയാണ് സയന്റിഫിക് ടെമ്പർ. ഈ വാക്ക് ആദ്യമായി സംഭാവന ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഒരു വ്യക്തി ദൈനംദിന ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ശാസ്ത്രീയ രീതി അവലംബിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടെന്ന് പറയാം. ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന സവിശേഷതകൾ: അളക്കാനും വിവരം രേഖപ്പെടുത്താനുമുള്ള കഴിവ്, വിവരങ്ങൾ വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനുമുള്ള കഴിവ്, നിഗമനത്തിലെത്താനുള്ള കഴിവ്, ചോദ്യം ചെയ്യാനും ചെയ്യപ്പെടാനുമുള്ള അവകാശം അംഗീകരിക്കൽ, തുറന്ന മനസ്സ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കൂ എന്ന നിർബന്ധം, തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സന്നദ്ധത, യുക്തിചിന്ത, വസ്തുനിഷ്ഠമായ അന്വേഷണം തുടങ്ങിയവയോടുള്ള പ്രതിജ്ഞാബദ്ധത, മാനവിക മൂല്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസം, വ്യത്യസ്തമായ നിലപാടെടുക്കാനും അഭിപ്രായം പറയാനും മറ്റുള്ളവർക്കുള്ള അവകാശം അംഗീകരിക്കലും മാനിക്കലും. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളിലെ വിവിധ പഠനശൈലി വിഭജനം: ഒന്നാമത്തത്, ക്രിയാത്മക പഠിതാക്കൾ. ഇവരെ ഡൈനാമിക് ലേണേഴ്സ് എന്നും അറിയപ്പെടുന്നു. പരീക്ഷിച്ചു നോക്കാനും ചെയ്തു നോക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. രണ്ടാമത്തത്, സാമാന്യ യുക്തി പഠിതാക്കൾ, കോമൺ സെൻസ് ലേണേഴ്സ് എന്നും പറയാം. സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, എന്നാൽ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മൂന്നാമത്തത്, ഭാവനാത്മക പഠിതാക്കൾ, ക്രിയേറ്റീവ് ലേണേഴ്സ്. പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നവർ. ബ്രെയിൻ സ്റ്റോമിംഗ്, സംഘപ്രവർത്തനം മുതലായവ ഇഷ്ടപ്പെടുന്നു. വിശകലനാത്മക പഠിതാക്കൾ, അനാലിറ്റിക് ലേണേഴ്സ്. വിശകലനം, യുക്തി എന്നിവ പ്രയോഗിച്ച് കഴിയുന്ന ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എളുപ്പത്തിൽ കണ്ടെത്തുന്നവർ. ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകൾ: പ്രക്രിയാബന്ധിതമാണ്, പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രാദേശിക സാധ്യതയുള്ളത്, ചാക്രികാരോഹണ രീതി പാലിക്കുന്നത്, വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നത്, ജീവിത നൈപുണി വികസിപ്പിക്കുന്നത്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയിൽ അധിഷ്ഠിതമായത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.